ഇനിയിപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ തിരുവനന്തപുരം ചാല മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവിടെ സനിസയും വിജിനും അവിടെ തന്നെ തുടരുന്നുണ്ട്. സനിസ, വിജിൻ, ഒരിക്കൽ കൂടി സ്വാഗതം. രണ്ടുപേരും നേരത്തെ ചാലയുടെ ഒരു അറ്റത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയം നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ചാലയുടെ ഏത് ഭാഗത്താണ് രണ്ടുപേരും ഉള്ളത്? എത്ര കണ്ട് തിരക്കി സമയമുണ്ട് സനിസ? സൈഫുദ്ദീൻ, ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ ചാലയിൽ നിന്ന് കിഴക്കേ കോട്ടയിലേക്ക് എത്തിയിട്ടുണ്ട്. സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ പച്ചക്കറിയും പൂവും ഒക്കെ ആൾക്കാരൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഈ വസ്ത്രങ്ങളും അതുപോലെ മാല, വള, കൂളിംഗ് ഗ്ലാസ് അതുപോലെയുള്ള ഐറ്റംസ് ആണ് ഇനി വാങ്ങിക്കാനുള്ളത്. ഉത്രാടപ്പാച്ചലിന്റെ അവസാന ഒരു മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ തിരക്ക് അതിന്റെ ഏറ്റവും വലിയ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. ഇത് ഈ തിരക്കിലൊക്കെ ആളുകളെ കാണാതായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ വിജിൻ എവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് മേടിക്കാൻ വേണ്ടി പോയതാണ്. മൂപ്പരെ ഈ കൂട്ടത്തിൽ കാണാതായിട്ടുണ്ട്. നമ്മള് ഇതാ കൂളിംഗ് ഗ്ലാസ് നോക്കുന്ന വിജിനെ കാണാം. എന്താണ്, എങ്ങനെയുണ്ട്? വിലക്കുറവുണ്ടോ? ഭയങ്കര വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര വെയിലായതുകൊണ്ട് ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ സ്റ്റൈലിനല്ല. ഒരുപാട് ആളുകളൊക്കെ അല്ലേ, അപ്പോൾ ഒരു സ്റ്റൈലും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതെ, ഓണം വൈബില് ആണ് വിജിനും ഉള്ളത്. ഇവിടെ ഈ കൂളിംഗ് ഗ്ലാസിന് എത്ര വിലയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് വാങ്ങിക്കോ ഇല്ലയോ എന്നറിയില്ല. വാങ്ങിക്കുന്നുണ്ട് എന്തായാലും. ഇവിടെ എല്ലാത്തിനും വിലക്കുറവാണെന്ന് നമുക്ക് വിജിന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് വിപണിയിൽ എന്താണ് അവസ്ഥ എന്ന് കൂടി വിജിനോട് ചോദിക്കൂ സരിസ. വിജിൻ, കൂളിംഗ് ഗ്ലാസ് വിപണിയിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കും. 200 രൂപയാണ്. കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പറഞ്ഞു എങ്ങനെയുണ്ട്? വില കൂടുതലാണ്. ബാർഗെയിൻ ചെയ്തിട്ട് അതിനകത്ത് ഒരു മാറ്റം ഇല്ലെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം സാധനം. ഇങ്ങനെ വിപണി ഇങ്ങനെ അടിപൊളിയായി മാറുകയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ പൂവും അതുപോലെ തന്നെ പച്ചക്കറിയും മാത്രമൊന്നുമല്ല, മറ്റ് സാധനങ്ങൾ, ഇതാ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, വൈവിധ്യങ്ങളായ വാച്ചുകളുണ്ട്, ഒപ്പം തന്നെ മറ്റ് കുട്ടികൾക്കുള്ള വാച്ചുകൾ, മറ്റ് സാധനങ്ങൾ എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? എല്ലാ സമയത്തും ഉള്ളതാണോ അല്ലെങ്കിൽ ഈ ഓണത്തിന്റെ കച്ചവടം കുറച്ചുകൂടെ കൂടി? പൈസ ഇപ്പം തരാം, ലൈവ് കഴിയുമ്പോഴത്തെ പൈസ തരാം. എന്തായാലും പൈസ കൊടുക്കാതെ പോകുന്നില്ല. ലൈവ് കഴിയുമ്പോൾ പൈസ തന്നിരിക്കും. അപ്പം വലിയ ബഹളം, വലിയ ആഘോഷമായി ഓണത്തിന്റെ അവസാന ദിവസം ഉത്രാടപ്പാച്ചിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് സനിസ. ഈ വന്നപ്പോൾ ഇവിടെ തിരക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ? അതെ, ഈ ഓണം കഴിയും വരെ, ഇവിടെ വാരാഘോഷം 9-ാം തീയതി വരെ ഉണ്ടല്ലോ, അത് കഴിയും വരെ ഈ കണ്ണടയും ഈ വിജിനെയും ഞങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പൊ പൈസ കൊടുക്കുന്ന വ്യക്തിയാണെന്നും കൂടെ അതെ, പൈസ കൊടുക്കുന്ന വ്യക്തിയാണെന്നും കൂടെ തെളിയിച്ചിട്ടുണ്ട്. പല തെളിവുകളും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ രാവിലെ സൈഫുദ്ദീൻ, ഞാൻ ഈ ഒരു വീതിയിൽ നിന്ന് തന്നെ, ഞാൻ ഈ കിഴക്കേക്കോട്ടയുടെ വീതിയിൽ നിന്ന് തന്നെ ഞാനൊരു ലൈവ് കൊടുത്തിരുന്നു. ആ സമയത്ത് 1-2 ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പോ ഇതാ വിജിനെ കുറച്ചുകൂടെ നമ്മൾ ദൂരോട്ട് പോയ വിജിനെ പിന്നെ കണ്ടു കിട്ടില്ല. ആൾക്കാരെ കാണാതായി പോകുന്ന അങ്ങനെയുള്ള തിരക്കാണ് ഇപ്പോഴും. എന്താ പറയേണ്ടത്, വിപണി ഇത്ര ഉണർന്നിരിക്കുന്നത് എന്റെ ഒരു ആദ്യത്തെ കാഴ്ചയാണ്. അതെ, 50 രൂപ ബാക്കി 150 രൂപ വേണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. അതെ, വിജിന്റെ ഈ ലൈവിലെ ആ പ്രകടനം കണ്ടിട്ട് അവര് 200 രൂപയിൽ നിന്ന് വീണ്ടും ഒരു 50 രൂപ കുറച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കച്ചവടക്കാരുടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാല് അതും എടുത്തു പറയണല്ലോ. ഈ ഒരു ഉത്രാടപ്പാച്ചിൽ അവർക്ക് നല്ല വരുമാനം വന്നത്, അവര് വലിയ രീതിയിലാണ് നമ്മളോടൊക്കെ പ്രതികരിക്കുന്നത്. ഇപ്പൊ എന്റെ തലയിൽ നിങ്ങൾക്ക് കാണുന്ന ഈ പൂവ് കാണാം. ഇത് ഒരു പൂക്കട നടത്തുന്ന ഒരു ചേട്ടൻ സ്നേഹം കൊണ്ട് ഇന്ന് നല്ല കച്ചവടം കിട്ടിയതിന്റെ ഒരു സ്നേഹത്തിന്റെ പുറത്ത് തന്നതാണ്. അത്തരത്തിൽ ഇവിടുത്തെ കച്ചവടക്കാർ ഈ ഓണത്തിന് സാഹോദര്യത്തിന്റെയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും ഒക്കെ ഒരു ദിനമാണല്ലോ ഓണം. അത്തരത്തിൽ ഇവിടുത്തെ കച്ചവടക്കാരും അങ്ങനെയാണ് ഈ ഓണത്തെ കാണുന്നത്. ഈ ഉത്രാടപ്പാച്ചിലോ അവർക്ക് കിട്ടുന്ന വരുമാനം, അവരുടെ ആ സന്തോഷം ഇങ്ങനെ പല രീതിയിലും നമ്മളോടും കാണിക്കുന്നുണ്ട്. സൈഫുദ്ദീൻ, ഇപ്പോൾ കാണാം, ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, വലിയ തരത്തിലുള്ള തിരക്കാണുള്ളത്. വലിയ തരത്തിൽ ഇവിടെ ഇപ്പോഴും ഈ ഓണക്കോടി എടുക്കുന്നവരുടെ തിരക്കാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ട്രെൻഡ് ഓണക്കോടിക്കൊപ്പം വളകളും അതുപോലെ കൂളിംഗ് ഗ്ലാസും ഇതൊക്കെ ഈ ഒരു ട്രെൻഡിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിവിധ തരത്തിലുള്ള മാലകളുണ്ട്, വളകളുണ്ട്. അത്തരം ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഈ കിഴക്കേക്കോട്ട, ചാല, അതുപോലെ തന്നെ പാളയം തുടങ്ങിയ മാർക്കറ്റുകളിലുണ്ട്. सही है। ओणम पसंद है ना तू? अच्छा है इधर। हैप्पी ओणम। हैप्पी है।
ഇവിടെ ഈ അന്യ സംസ്ഥാനക്കാരും വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിലാണ്. അവർക്കും ഈ ഓണനാളുകൾ വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. ഇന്നും നാളെയുമായിട്ട് വലിയ രീതിയിൽ അവർക്ക് വരുമാനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലാണ് അവർ പോലും. അവരിവിടെ ഈ കേരളത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഓണം പോലെയുള്ള ഉത്സവങ്ങൾ അറിഞ്ഞത്. പക്ഷേ അവർക്ക് ഈ ഉത്സവം നൽകുന്ന സഹായം, ആ ഒരു സ്നേഹം അവർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കാണാം, ഒരു കിഴക്കേക്കോട്ട ആ മാർക്കറ്റിന്റെ ഒരറ്റത്ത് നിന്ന് നമ്മൾ മറ്റൊരറ്റത്ത് നമുക്ക് ആ ഒരു അറ്റം കാണുന്നില്ല. അത്രയും ജനങ്ങളാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. സൈഫുദ്ദീൻ, രാവിലെ ഈ വീതി നമ്മൾ ഇവിടെ നിന്ന് തന്നെ ലൈവ് കൊടുത്തതാണ്. ഇവിടെ ഇത്ര പോലും ആൾക്കാർ വന്നെത്തുമെന്ന് രാവിലെ ഞാൻ പറഞ്ഞിരുന്നു. ഉത്രാടപ്പാച്ചിലിന് വൈകുന്നേരത്തോടെ ഉച്ചസ്ഥായിയിൽ എത്തും, വലിയ തോതിൽ ആൾക്കാർ വരുമെന്ന്. പക്ഷെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇവിടെ തിരുവനന്തപുരത്ത് ഈ നഗരവീതിയിൽ ആദ്യത്തെ ഓണമാണ്. അതുകൊണ്ട് എനിക്കും ഇതൊക്കെ ഒരു പുതിയ കാഴ്ചയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ കൂടിയാണ് ഞാൻ ഈ റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തുന്നത്. സൈഫുദ്ദീൻ, വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ്. നമ്മൾ തട്ടിത്തടവിയൊക്കെയാണ് ഇതിലൂടെ പോകുന്നത്. അവസാന ഘട്ടമാണ് ഉത്രാടപ്പാച്ചിൽ. അതെ, ഓണം തന്നെ. എന്താണ് ഓണത്തിന്റെ ട്രെൻഡ്? എന്താണ്? മുണ്ട് ഷർട്ട്. ഒരു പാട്ടായല്ലോ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടി ഉടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. താങ്ക് യു. അതെ, എല്ലാവരും അവര് വളരെ വളരെ സന്തോഷത്തിലാണ്. ഈ ഓണനാളുകൾ, ഈ ആഘോഷ നാളുകളുടെ ഒരു പ്രത്യേകത അതാണ്. മനുഷ്യന്മാരൊക്കെ അങ്ങ് ആഘോഷ തിമിർപ്പിലാകുമ്പോൾ അവരൊക്കെ അങ്ങ് ഫ്രീ ആവും. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലായിടത്തും ആഘോഷം, എല്ലായിടത്തും സന്തോഷം. അത്തരത്തിലൊരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമുക്കും അതിന്റെ ഒരു പ്രസരിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അമ്മ, ചിലരൊക്കെ പ്രതികരിക്കാൻ പോലും സമയമില്ല. അവർക്കൊക്കെ നാളെ തിരുവോണമാണ്. അതിന്റെ സാധന സാമഗ്രികളൊക്കെ വാങ്ങേണ്ട തിരക്കിലാണ്. ഇപ്പോൾ ഇതാ നല്ല കമ്മലുകളൊക്കെ നമുക്ക് കാണാം. ഈ ഓണം, ഈ ഉത്രാടപ്പാച്ചിലിന്റെ വിപണി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ട്രെൻഡിനനുസരിച്ച് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളൊക്കെ വന്നതോടുകൂടി ഇത്തരം ട്രെൻഡി സാധനങ്ങൾക്കും ഓണ വിപണിയിൽ ഒരു മാർക്കറ്റ് ഉണ്ട്. അത്തരത്തിൽ നമുക്ക് വളരെ ട്രെൻഡി ആയിട്ടുള്ള കമ്മലുകൾ, മാല, വള ഒക്കെ കാണാം. നമുക്ക് ചേച്ചിയോട് ചോദിക്കാം. അതെ, എല്ലാവർക്കും ഒന്നും ഇങ്ങനെ പ്രതികരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് കുറെ മാലയും വളയും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ വൻ തിരക്കാണ്. എല്ലാ കടകൾക്ക് മുന്നിലും നമുക്ക് ഒരു ജനക്കൂട്ടം കാണാം.